അടുത്ത ട്രിപ്പ് ആരംഭിക്കുക. അപ്പോൾ അതിനുള്ള പാക്കിംഗ് ആണ്. ഇത് ഞങ്ങളുടെ ഡ്രസ്സാണ്. 15 ദിവസത്തേക്ക് 10 ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഡ്രസ്സ് ഇടാനും ഉപയോഗിക്കാം, വേണ്ടി വന്നതിൻ്റെ മുകളിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള സെറ്റപ്പാണ്. ഇതും ഡ്രസ്സാണ്, ഇത്രയും ഡ്രസ്സാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. പിന്നെ ഇത് ബൂട്ട്സ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കാശ്മീർ പോയപ്പോൾ മെയ് മാസത്തിലായിരുന്നു പോയത്. അപ്പോൾ മെയ് മാസത്തിൽ പോയപ്പോൾ എൻ്റെ കെട്ടിയാൻ പറഞ്ഞു മെയ് മാസത്തിൽ ഭയങ്കര ചൂടാതുകൊണ്ട് വള്ളിച്ചെരുപ്പ് മാത്രം മതി എന്നുകൊണ്ട് വള്ളിച്ചെരുപ്പായിട്ട് പോയി. അങ്ങനെ അവിടെ മുഴുവൻ മഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാശ് കൊടുത്ത് ബൂട്ട്സ് മേടിക്കേണ്ടി വന്നു. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കാശ് കൊടുത്ത് ബൂട്ട്സ് മേടിക്കുന്നില്ല, പകരം നമ്മൾ ബൂട്ട്സ് ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോവുകയാണ്. പക്ഷേ ഒരിടത്തും മഞ്ഞില്ല എന്നാണ് സത്യം. എന്നാൽ ഇനി എങ്ങാനും മഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ബൂട്ട്. ഇത് ലാപ്ടോപ്പ് എടുത്തിട്ടില്ല, ബിക്കോസ് ഓൺ ഡ്യൂട്ടിയാണ്. ഇത് കുറേ ആൽക്കുലത്തെ സാധനങ്ങൾ. ഇത് ഓക്സിജൻ മാസ്ക് അല്ല, ഓക്സിജൻ സിലിണ്ടർ. ഉയരങ്ങളിലേക്ക് പോകുന്നതോറും ശ്വാസം മുട്ടൽ വന്നു കഴിഞ്ഞാൽ വലിച്ചരിച്ചിരിക്കാം. ഇതൊക്കെ സാധനങ്ങൾ. ഇതൊക്കെ വണ്ടിയുടെ എന്തൊക്കെയാണ് പഞ്ചർ ഒട്ടിക്കാനുള്ള സാധനങ്ങൾ. ഇത് മുഖം തുടയ്ക്കാനും വണ്ടി ഓടിക്കാനുള്ള സാധനം. ഇത് എന്തത് വണ്ടി കുഴിപ്പായി വലിച്ചിട്ടാണ് സാധനം. പിന്നെ ജംപ് സ്റ്റാർട്ടർ കേബിൾ. ഓക്കെ. പിന്നെ ഇത് ഇതുപോലെ തന്നെ വലിയൊരു ബാഗാണ്. ഇത് 90 ലിറ്റർ ബാഗാണ്. 90 ലിറ്റർ വെള്ളം കൊള്ളുന്ന പറയുന്നത്. ഭയങ്കര യൂസ്ഫുൾ ആണ്. വെള്ളമാണ് കൊള്ളുന്നത് 90 ലിറ്റർ. എന്തോ സാധനം 90 ലിറ്റർ കൊള്ളുന്ന ഒരു ബാഗാണിത്. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് മുഴുവൻ ഇതിനകത്തേക്ക് കയറ്റും. പിന്നെ ഇത് ഷൂസ്. പിന്നെ ഇത് കുറച്ച് അടുത്ത തുണികളാണേ. കാണാമോ എന്നെ? ഇതൊരു ബുക്ക്, പേന. നമ്മുടെ എഴുതുന്ന കാര്യം ഭയങ്കര മറവിയാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതുകൊണ്ട് അപ്പം എഴുതാനുള്ള ബുക്ക്. പേനയുടെ അടപ്പ് കാണില്ല, പക്ഷെ അപ്പോഴെല്ലാം വരുന്നത്, അപ്പോൾ അത് കാര്യമില്ല. ഇത് പിന്നെ ഡോക്യുമെന്റ്സ്. ഇത് ഞങ്ങൾക്ക് പറന്ന് ഫോട്ടോ പിടിക്കാനുള്ള ഡ്രോൺ. ഇത് ഞങ്ങൾക്ക് കിടന്നുറങ്ങാനുള്ള ബെഡ്. എന്നിട്ട് ഞങ്ങൾ എന്നും വഴി കിടക്കാനല്ല, എന്നാൽ ഞങ്ങൾ വഴി പോകുന്ന ക്ഷീണിച്ച് ഞങ്ങൾക്ക് കിടക്കാനുള്ള ബെഡ്. ഇതാണ് ഞങ്ങളുടെ കംസ പെട്ടി. അപ്പോൾ കംസ പെട്ടി ഞാൻ പിന്നെ കാണിക്കാം. അപ്പോൾ ശരി, ബൈ.